മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള എല്ലാ ഭാഷകളും മനുഷ്യന് അത് കേവലം വളർത്തമ്മകൾ മാത്രമാണ്. മനുഷ്യന്റെ പെറ്റമ്മ എന്ന് പറയുന്നത് അത് അവൻ്റെ സ്വന്തം ഭാഷയായ മാതൃഭാഷയാണ്. എൻ്റെ ഭാഷ എന്ന് പറയുന്ന വള്ളത്തോളിൻ്റെ കവിതകൾക്ക് പറയുന്ന വരികളാണ്. ഇതുപോലെ മലയാള കാവ്യത്തിലെ ഒരുപാട് കവിതയുടെ വളരെ പ്രശസ്തമായ കവിതയുടെ ചെറിയ ചെറിയ നുറുങ്ങു കഷ്ണങ്ങൾ ചേർത്തുകൊണ്ടാണ് തായ്മൊഴി പീലികൾ എന്ന് പറയുന്ന പാഠഭാഗം മലയാളം അടിസ്ഥാന പാഠാവലിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മലയാളം എന്ന് പറയുന്ന സമയത്ത് മലയാളത്തിലെ ഒരുപാട് കവിതകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പരിചയപ്പെടുന്ന പ്രാചീന കവിത്രയങ്ങളുടെ കാലഘട്ടം മുതൽ തുഞ്ചത്തെഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ചെറുശ്ശേരിയും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടം മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഇവിടം വരെ ഒരുപാട് കവിതകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കവിതകളെ കുറിച്ച്, കവിതകളുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറയാണ്. അതുകൊണ്ടാണ് തായ്മൊഴി പീലികൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗം ഒരു പ്രത്യേക കവിതയെക്കുറിച്ച് പറയാതെ ഓരോന്നുമായി പരിചയപ്പെടുന്നു. മലയാളത്തിലെ പ്രശസ്തമായ കവിതയിലെ വരികൾ ചേർത്ത് തായ്മൊഴി പീലികൾ എന്ന പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഈ തായ്മൊഴി എന്ന് പറഞ്ഞാൽ? തായ് എന്ന് പറയുമ്പോൾ അമ്മയാണ്, തായ്മൊഴി അമ്മ ഭാഷയാണ്. അമ്മ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഭാഷ, മാതൃഭാഷയാണ്. അപ്പൊ മാതൃഭാഷയിലെ കുറച്ച് കവിതകൾ അതൊരു മയിൽപീലി പോലെ, നിങ്ങൾ മയിലിനെ കാണാറില്ലേ? മയിലിന്റെ പീലികളാണ് മയിലിന് സൗന്ദര്യം നൽകുന്നത്. അതുപോലെ മലയാള ഭാഷയ്ക്ക് സൗന്ദര്യം നൽകുന്നതാണ് മലയാള ഭാഷയിലെ കവിതകൾ എന്ന് പറയുന്നത്. ആ മലയാള ഭാഷയിലെ കവിതകളെയാണ് ഇവിടെ തായ്മൊഴി പീലികൾ എന്ന ഈ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ മനോഹരമായ മയിലിനെ നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ തായ്മൊഴി പീലി എന്ന് പറയുന്ന ശീർഷകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ശീർഷക വിശകലനം. തായ്മൊഴി എന്നതുകൊണ്ട് മാതൃഭാഷ എന്നാണ് അർത്ഥമാക്കുന്നത്. മാതൃഭാഷയെ മലയാളത്തെ ഒരു മയിലായി സങ്കല്പിച്ചാൽ അതിൻ്റെ മനോഹരമായ പീലികളാണ് ഭാഷാകാവ്യങ്ങൾ. അവയോരോന്നും സൗന്ദര്യം കൊണ്ടും മൃദുത്വം കൊണ്ടും സമന്വയം കൊണ്ടും ഭാഷയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. വ്യത്യസ്ത രൂപത്തിലും നിറത്തിലുമുള്ള പീലികൾ കൊണ്ട് ഭംഗിയാർന്നതാണ് മയിലിന്റെ നടനം, അല്ലെ? മയിലിനെ കാണുന്ന സമയത്ത് അതിന്റെ ഭംഗി എന്താണ്? വ്യത്യസ്തമായ പീലികളാണ്. ആ പീലികൾ മയിലിന് എങ്ങനെയാണോ ഭംഗി കൊടുക്കുന്നത്, അതുപോലെയാണ് മലയാള ഭാഷക്ക് കവിതകൾ ഭംഗി കൊടുക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ വിവിധങ്ങളായ കാവ്യങ്ങൾ അവയുടെ ഈണവും താളവും ഭാവവും കൊണ്ട് ഭാഷയ്ക്ക്, നമ്മുടെ മലയാളത്തിന് മനോഹാരിത നൽകുന്നു. അതാണ് തായ്മൊഴി പീലികൾ എന്ന ശീർഷകം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആദ്യമായി എൻ്റെ ഭാഷ എന്ന് പറയുന്ന ഒരു കവിതയാണ്, അതില് വള്ളത്തോൾ എഴുതിയുള്ള കവിതയുടെ ഭാഗങ്ങളാണ് ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത്. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഏത് കാവ്യമായാലും ഏത് വേദമായാലും ഏത് ശാസ്ത്രമായാലും നിങ്ങൾ എന്ത് തന്നെ പഠിച്ചാലും അത് ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. ഹൃദയത്തിൽ പതിയണമെങ്കിൽ അത് സ്വന്തം ഭാഷയുടെ മുഖത്ത് നിന്ന് തന്നെ കേൾക്കണം. അതായത് സ്വന്തം ഭാഷയിൽ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്ന ഈ ഒരു കൃതിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. വള്ളത്തോളിന്റെ എൻ്റെ ഭാഷ എന്ന കൃതിയിൽ നിന്നുള്ളതാണ് പാഠഭാഗത്തിലെ വരികൾ. ഏതൊരറിവും പൂർണ്ണമായി ഉൾക്കൊള്ളണമെങ്കിൽ അത് മാതൃഭാഷയിലൂടെ അറിയണമെന്ന് വള്ളത്തോൾ പറയുന്നു. ഏത് വേദവും ഏത് ശാസ്ത്രവും ഏത് കാവ്യവും നന്നായി ഉൾക്കൊള്ളണമെങ്കിൽ അത് മാതൃഭാഷയിലൂടെ അറിയണം, മാതൃഭാഷയുടെ മുഖത്ത് നിന്ന് അറിയണം, അതായത് മാതൃഭാഷയിലൂടെ അറിയണമെന്നാണ് ഈ വരികൾ പറയുന്നത്. അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നത് പറയന്തുള്ളൽ എന്ന് പറയുന്ന തുള്ളൽ കൃതിയിലെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് പറയുന്ന പറയന്തുള്ളൽ തുള്ളൽ കൃതിയിലെ വരികളാണ്. ഈ വരികൾ പറയുന്നത് മലയാള ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില ശീലങ്ങളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് നന്നായിട്ട് ഭാഷ സംസാരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്നാണ് ഈ വരികൾ പറയുന്നത്. മാധുര്യ ഗുണങ്ങളും അക്ഷരവ്യക്തിയും വേണം, സാധുത്വം പദങ്ങൾക്ക് സതതം സംഭവിക്കണം, ബോധിപ്പിക്കുന്നതിനുള്ള കുശമലത്വം അതും വേണം, ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം. അതായത് കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം പറയന്തുള്ളൽ കൃതിയുടെ ഭാഗമാണ് കവിതാഭാഗം. ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വരികളിൽ കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് എന്ന് ഓർത്തു വെക്കുക. അടുത്തതായി അക്ഷരങ്ങൾ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അക്ഷരങ്ങൾ എന്ന് പറയുന്ന കവിത എഴുതിയത് പാലാ നാരായണൻ നായരാണ്. അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്ന കവിത കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ നമുക്ക് കുട്ടിക്കാലം
കുട്ടിക്കാലം ആലോചിക്കും. ഇപ്പം നിങ്ങൾ കുട്ടികളാണ്, അപ്പം നിങ്ങൾക്ക് കുട്ടിക്കാലം ആലോചിക്കുന്ന സമയത്ത് വളരെ ഒരുപാട് കാലം മുൻപ് ഓർമ്മകളൊന്നും വരുന്നില്ല. പക്ഷേ തൻ്റെ ഒരു വാർദ്ധക്യത്തിൽ എന്ത് ചെയ്യാണ് കവി തൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ആലോചിക്കുന്നു. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഏറ്റവും മധുരമുള്ള ഓർമ്മകളാണ് കുട്ടിക്കാലം അദ്ദേഹത്തിന് നൽകുന്നത്. അതുകൊണ്ടാണ് തൻ്റെ തലയിലെ തലപ്പാവ് പോലെ, കസവിൻ്റെ തലപ്പാവ് പോലെ ഇന്നും ഓർമ്മയിൽ എന്ത് ചെയ്യാണ്, ബാല്യകാലം തങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷരങ്ങൾ എന്ന് പറയുന്ന കവിത എഴുതുന്നത്. ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിൻ്റെ കിന്നരി തലപ്പാവ് ചൂടിയ കിനാവുകൾ, ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്ക് വരവും പോക്കും, വഴിതെറ്റിയ നേരം പോക്കും, അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽ തുമ്പും, കക്ഷത്തിലിടുക്കിയ തടുക്കും വാറോലയും, ഇടവപ്പേമാരിയെ തടയാൻ പനയോലക്കുടയും, കുചേലന്റെ കുട്ടികളായി ഞങ്ങൾ എന്ന് പറയുന്ന കവിതാഭാഗമാണ്. അപ്പൊ കവിതയിൽ പറയുന്നത് കുട്ടിക്കാലത്തിന്റെ കസവ് തലപ്പാവ് ചൂടിയ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ് പാലാ നാരായണൻ നായർ പങ്കുവയ്ക്കുന്നത്. കവിയുടെ ബാല്യകാലത്ത് അക്ഷരങ്ങൾ പഠിക്കാനായി പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന വഴിക്ക് കളിക്കുന്നതും മണലിൽ എഴുതി വിരൽത്തുമ്പ് തരംഭിച്ചതും കവി ഓർത്തെടുക്കുന്നു. കക്ഷത്തിൽ എഴുത്തോലയും ഇരിക്കാനുള്ള പായും, അതാണ് തടുക്ക് എന്ന് പറയുന്നത്. ഇടവപ്പാതിയിൽ മഴ നനയാതിരിക്കാൻ ചൂടിയ പനയോലക്കുടയും കവി ഓർമ്മിക്കുന്നു. ബാല്യകാലത്തെ തൻ്റെ കൂട്ടുകാരുടെയും ദാരിദ്ര്യം കൂടി കുചേലന്റെ മക്കളാണ് എന്നതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ബാല്യകാലത്തെ ദാരിദ്ര്യം, താൻ വിദ്യാഭ്യാസത്തിന് പോയിരുന്ന സമയത്തെ ഓർമ്മകളൊക്കെയാണ് അക്ഷരങ്ങൾ എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. അടുത്തായി പഞ്ചവർണ്ണക്കിളി എന്ന് പറയുന്ന ഒരു കവിതയാണ്. കവിത എഴുതിയത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. ഈ കവിതയിൽ പറയുന്നത് മലയാള ഭാഷയെക്കുറിച്ചാണ്. പഞ്ചവർണ്ണക്കിളി എന്ന് പറയുമ്പോൾ പല വർണ്ണമുള്ള മനോഹരമായ ഒരു കിളിയാണ്. ആ മനോഹരമായ കിളി മലയാള ഭാഷയിലെ കവിതകളായിട്ട് എന്ത് ചെയ്യുന്നു, പഞ്ചവർണ്ണക്കിളി എന്ന് പറയുന്ന കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കവിതയെ പച്ച ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായിട്ടൊറ്റയ്ക്കിവിടെ പറന്നെത്തി, കാഞ്ഞിരക്കൊമ്പത്തത്രേ വന്നിരുന്നതു കിളി, കാരുണ്യ മൃദാംഗങ്ക ചോരുന്ന കണ്ടത്തോടെ. അതായത് മലയാള ഭാഷയെ ഒരു പഞ്ചവർണ്ണ കിളിയായിട്ട് എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. മലയാളത്തിന് മാധുര്യവും സൗന്ദര്യവും നൽകിയ പല നിറങ്ങളുള്ള കിളിയെക്കുറിച്ചാണ് പഞ്ചവർണ്ണ കിളി എന്ന കവിതയിൽ ഒളപ്പമണ്ണ സൂചിപ്പിക്കുന്നത്. ഒളപ്പമണ്ണയുടെ കവിതയിൽ പഞ്ചവർണ്ണ കിളിയായി വർണ്ണിക്കുന്നത് കവിതയാണ്, മലയാള ഭാഷയിലെ കവിതയാണ്. പച്ചച്ചിറകും മഴവില്ലിന്റെ കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു. മലയാള കവിതയാവുന്ന പഞ്ചവർണ്ണ കിളിയെ കവി തുഞ്ചംപറമ്പിലെ കാഞ്ഞിരക്കൊമ്പത്താണ് ഇരുത്തിയിരിക്കുന്നത് എന്നുകൂടി പറയുന്നു. തുഞ്ചംപറമ്പ് എന്ന് പറയുമ്പോൾ അത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ സ്ഥലമാണ്. അപ്പോൾ മലയാള ഭാഷയുടെ ചരിത്രം കൂടി എന്ത് ചെയ്യാണ് ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തായ്മൊഴി പീലികൾ എന്ന് പറയുന്ന പാഠഭാഗം. മക്കൾ, ഇതുപോലെ ഓരോ ക്ലാസ്സുകളിലെ ഓരോ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് സമയത്തും, നിങ്ങൾക്ക് ഏത് സംശയം ഉണ്ടാകുന്ന സമയത്തും എടുത്ത് കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ ഓരോ പാഠഭാഗത്തിൻ്റെയും വിശദമായ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ പാഠഭാഗത്തിൻ്റെയും നമുക്ക് റിവിഷൻ ചെയ്യാനും അതുപോലെ പരീക്ഷയുടെ തൊട്ട് മുൻപ് കണ്ടു തീർക്കാനും വൺ ഷോട്ട് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെൻറ്റേഴ്സ്, നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു ലൈവായിട്ട് ഇൻട്രാക്റ്റീവ് ചെയ്തുകൊണ്ടുള്ള സൂം ക്ലാസ്സുകൾ, ഡൗട്ട് ക്ലിയറൻസുകൾ, അങ്ങനെയൊക്കെ ലഭിക്കുന്ന ഒരു അടിപൊളി ബാച്ചാണ് എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് 6ൻ്റെ സൂപ്പർ ബാച്ച് നമ്മൾ നമ്മുടെ ജൂലൈ 31 ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിനും അതുപോലെ തന്നെ മാത്സിനും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ മാത്സ് ഫൗണ്ടേഷനും ഇംഗ്ലീഷ് ഫൗണ്ടേഷനോട് കൂടിയാണ് എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ സൂപ്പർ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ഒരു ചെറിയ ഇൻട്രസ്റ്റ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര്, ക്ലാസ്, മീഡിയം, മൊബൈൽ നമ്പർ വെച്ച് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇനി അതുപോലെ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ക്ലാസ്സുകൾ കാണാനൊരു അവസരം ഞങ്ങൾ തരികയാണ്. അപ്പോൾ നമ്മുടെ എജുപോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഇതുവരെ ഫോണിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, വേഗം പ്ലേ സ്റ്റോറിലേക്ക് പോയിക്കോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് പോയിക്കോ. എന്നിട്ട് എന്ത് ചെയ്യുമോ, അവിടെ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അതിൽ നിങ്ങളുടെ ക്ലാസ് 6 എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ വിഷയത്തിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഓൺ എക്സാമിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ്. വേഗം എന്ത് ചെയ്തോ, വേഗം ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. ഇനി നമ്മുടെ ലൈവിലൂടെ കാണുന്ന സമയത്ത് ലൈവിൻ്റെ നോട്ടുകൾ, അതുപോലെ പ്രധാനപ്പെട്ട നമ്മുടെ
എന്താണ് ന്യൂസുകൾ, അതുപോലെ തന്നെ PDF ഡോക്യുമെന്റുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ A+ ഗ്രൂപ്പിലാണ്. അപ്പോൾ A+ ഗ്രൂപ്പിനകത്ത് ഇതുവരെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതിനകത്ത് വേഗം തന്നെ ജോയിൻ ചെയ്തോ. അതിനുള്ള ലിങ്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കമന്റ് ബോക്സ് നൽകുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ചെയ്തു വെക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാം. നമുക്ക് വീണ്ടും കാണാം. അത് ബെസ്റ്റ്.